നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയ്ക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. അത് നന്നായി. അവള് പുറത്തു തന്നെ നിന്നാ മതി. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പിണക്കം വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവളെ അകത്ത് കയറ്റേണ്ടി വന്നേനെ. എന്ത് പറ്റി സാർ? ഇത്രയൊക്കെ വിവരമുള്ള താൻ തന്നെ അങ്ങ് അന്വേഷിച്ചാ പോലെ. പോലീസിന്റെ സഹായം എന്തിനാ? ഞാൻ അന്വേഷിക്കുന്നുണ്ട് സാർ. സത്യം പറഞ്ഞ പോലീസിന്റെ ഒരു ഹെൽപ്പും ഇല്ലെന്ന് പറയാം. മനസ്സിലായില്ല. സാറ് പറഞ്ഞതുപോലെ കോഴിക്കോട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ സ്റ്റേഷനിലേക്കും ഇന്റിമേഷൻ പോയിട്ടുമുണ്ട്. കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അവൾ വന്നിറങ്ങുന്ന വിഷ്വൽസ് കിട്ടിയെന്ന് എന്നോട് ഒരിക്കൽ ഫോർട്ട് പോലീസ് അറിയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു അന്വേഷണം ഉണ്ടായില്ല. ഇപ്പൊ ഏകദേശം ഒരാഴ്ചയായി. അന്ന് മുതൽ ഞാനിവിടെ റൂം എടുത്ത് താമസിക്കുകയാണ് സാർ. എടോ, അത് ഫോർട്ട് പോലീസ് അല്ലേ ഫോളോ അപ്പ് ചെയ്യേണ്ടത്? അവിടെ കയറി ഇറങ്ങുകയായിരുന്നു സാർ ഇത്രയും ദിവസം. അവിടുന്ന് കാര്യമായ സഹായം ഒന്നുമില്ല. പിന്നെ താൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഇവിടെ ഒരു അമ്പലത്തിൽ വെച്ച് ഞാൻ അവളെ നേരിട്ട് കണ്ടു സാർ. എന്നിട്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. അവരെന്താ പറഞ്ഞത്? ഞാൻ കാർത്തികയെ കണ്ട അമ്പലം അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ലെന്ന്. ഈ സ്റ്റേഷൻ പരിധിയിലാണത്രേ. എന്തു പറ്റി സാർ? എടോ, ഇവിടെ ഒരു 100 കൂട്ടം ഏടാകൂടം കേസുകൾ വേറെ കിടക്കുന്നു. എന്താ സാർ? ഞാൻ സാറിനൊന്ന് കാണട്ടെ. സാർ ഇവൻ സാർ ഞാൻ പൊക്കോട്ടെ. ദേ വരുന്ന അടുത്തത്. എടോ, അങ്ങനെ പോകാനൊന്നും പറ്റില്ല. കേസ് ചാർജ് ചെയ്യും. കേസില്ലെന്ന് നോക്കണം സാർ. എടോ, മദ്യലഹരിയിൽ വണ്ടി ഓടിച്ച് ഒരു ബൈക്കുകാരന്റെ നെഞ്ചത്ത് ഓട്ടോ കയറ്റിയ കേസല്ലേ? അതങ്ങനെ ചാർജ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ പാർട്ടിക്കാരനാണ് സാർ. താനിടിച്ച് വീഴ്ത്തിയ ബൈക്കുകാരൻ അതിനേക്കാൾ വലിയ പാർട്ടിക്കാരനാണെന്നാ പറഞ്ഞത്. ഡോ, അവിടെ എങ്ങനെ പോയിരിക്കണോ? വാങ്ങിട്ട് സാർ, ഇത് ഏതാ ഈ ഫോട്ടോ? ഈ കൊച്ചിനെതിരെ എന്ത് കേസാ സാറേ? കൊച്ചോ? ഏത് കൊച്ച്? ഇയാളിങ്ങി വന്നേ. ഓരോ മുട്ടാപ്പോക്കം പറഞ്ഞോണ്ടിരിക്കുന്നേ. നടക്ക. വിട് സാറേ, പറയട്ടെ. ഈ കൊച്ചിനെ എനിക്കറിയാം. എടാ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. നടക്ക. സാർ, ഒരു മിനിറ്റ്. നിങ്ങൾക്കറിയാമോ കുട്ടിയെ? അറിയാന്നല്ലേ പറഞ്ഞത്. എന്നാ പറ, എവിടെ വെച്ചായി കുട്ടിയെ കണ്ടത്? എന്നെ ഈ കേസിൽ നിന്ന് ഊരിത്തരാൻ പറ്റുമോ? എന്നാ പറയാം. കേസിൽ നിന്ന് ഊരിത്തരാനോ? മര്യാദയ്ക്ക് പറഞ്ഞോ നീ. ഇല്ലെങ്കിൽ ഈ സ്റ്റേഷനിലുള്ള സകല കേസും നിന്റെ തലയിൽ കെട്ടിവെക്കും ഞാൻ. ഞാൻ പറയാം. എന്നാ പറയണോ? ചേട്ടാ, ഒന്ന് പെട്ടെന്ന് പോണേ. ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് തിരിച്ചു പോണം. എങ്ങോട്ടാ പോണ്ടെന്ന് പറഞ്ഞില്ല? സത്യമ്മയുടെ വീടറിയില്ലേ? കുഞ്ഞവിടുത്തെ ആരാന്നാ പറഞ്ഞേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ അവിടെ കൊണ്ട് വിട്ടാ മാത്രം മതി. ഓ, ദൈവത്തിനാണ് സത്യം. അത്രയും പരിചയമുള്ളൂ സാറേ എനിക്ക് ആ കൊച്ചിന്. എന്നിട്ട് നീ സത്യാമ്മയുടെ വീട്ടിൽ തന്നെ ഈ കുട്ടിയെ കൊണ്ട് വിട്ടോ? വീട്ടിലെന്ന് പറഞ്ഞ വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഇറക്കി വിട്ടു. എന്നിട്ട് കുട്ടി സത്യാമ്മയുടെ വീട്ടിൽ കയറിപ്പോയോ? അതറിയില്ല. ഇറക്കി വിട്ടിട്ട് ഞാൻ അപ്പൊ തന്നെ തിരിച്ചുപോയി. ആരെ സത്യമാ? നമുക്ക് നേരിട്ട് എന്നെ കണ്ടുകളയാം. ഡോ, താൻ പോയി ആ ജീപ്പ് ഇറക്കാൻ പറയും. നമുക്ക് സത്യാമ്മയുടെ വീട്ടിൽ പോവാം. സാർ, ആ ഫോട്ടോ ഇങ്ങ് തന്നെ നോക്കട്ടെ. സത്യ കാണുന്നില്ലല്ലോ വിഷ്ണുച്ച. ഇപ്പൊ വരും.
മോക്കുള്ളതാ, രണ്ടാമത് പപ്പയ്ക്കുള്ളത്. അപ്പൊ അമ്മ വരുന്നില്ല അകത്തേക്ക്? ആ, അമ്മയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് മോളെ, ഓൺലൈൻ. അമ്മ കാറിനകത്തിരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഇന്നൊരു നല്ല ദിവസമായിട്ട് മീറ്റിംഗ് ഒക്കെ മാറ്റി വെച്ചൂടെ അമ്മേ? എന്ത് ചെയ്യാം മോളെ, കളക്ടറായി പോയില്ലേ. അകത്ത് എല്ലാരും നമ്മളെ കാത്തിരിക്കുക അമ്മേ. അതാ പറഞ്ഞ മോൾ അകത്തേക്ക് പോ. പപ്പി, ഹായ് സത്യ. അലങ്കാരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് പപ്പി. സത്യമോളെ, മോളുടെ അമ്മ വന്നില്ലേ? വന്നു, പുറത്ത് കാറിലിരിപ്പുണ്ട്. അമ്മയ്ക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. അത് നന്നായി. അവള് പുറത്തു തന്നെ നിന്നാ മതി. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പിണക്കം വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവളെ അകത്ത് കയറ്റേണ്ടി വന്നേനെ. ഹോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.